ലോകകപ്പ് ഫൈനലിന് മുൻപേ വിവാദം. അർജന്റീന സ്പെയിൻ പോരാട്ടത്തിന് വേദിയൊരുങ്ങുമ്പോൾ ഫിഫയുടെ ഹാഫ് ടൈം ഷോയാണ് പുതിയ വിവാദത്തിന് കാരണം. മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലെ അർജന്റീന സ്പെയിൻ ലോകകപ്പ് ഫൈനൽ ഇനിയൊരു മത്സരം മാത്രമല്ല, ലോക കിരീടത്തിനായുള്ള പോരാട്ടത്തിനൊപ്പം ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഒരു വലിയ ആഘോഷവേദി കൂടിയാകും. ഫൈനലിന്റെ ഇടവേളയിലും കാണികളെ ആവേശത്തിലാക്കാൻ ഫിഫ ഒരുക്കുന്നത് ചരിത്രത്തിലെ ആദ്യത്തെ ഹാഫ് ടൈം ഷോയാണ്. സാധാരണ ഫുട്ബോൾ മത്സരങ്ങളിൽ 15 മിനിറ്റാണ് ഹാഫ് ടൈം ഇടവേളയുടെ പരിധി. എന്നാൽ ലോകകപ്പ് ഫൈനലിനായി ഇത് ഏകദേശം 20 മുതൽ 30 മിനിറ്റ് വരെ നീളാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. 11 മിനിറ്റ് ദൈർഘ്യമുള്ള സംഗീത പരിപാടി ഒരുക്കുന്നതിനായാണ് ഈ അധിക സമയം പരിഗണിക്കുന്നത്. ക്രിസ് മാർട്ടിന്റെ നേതൃത്വത്തിൽ ഒരുങ്ങുന്ന ഷോയിൽ ലോക സംഗീതത്തിലെ വൻ താരനിര അണിനിരക്കും. ജസ്റ്റിൻ ബീബർ, ഷക്കീറ, BTS, മഡോണ, ബർണ ബോയ് എന്നിവർക്കൊപ്പം PS22 കോറസും കോൾഡ് പ്ലേയും വേദിയിലെത്തും. സെസമി സ്ട്രീറ്റിലെയും ദി മപ്പറ്റ്സിലെയും ജനപ്രിയ കഥാപാത്രങ്ങളും പരിപാടിയുടെ ഭാഗമാകും. എന്നാൽ ഈ ആഘോഷ നീക്കത്തിനെതിരെ വിമർശനങ്ങളും ശക്തമാണ്. ദൈർഘ്യമേറിയ ഹാഫ് ടൈം ഇടവേള താരങ്ങളുടെ ശാരീരിക തയ്യാറെടുപ്പിനെയും മത്സരത്തിന്റെ സ്വാഭാവിക താളത്തെയും ബാധിക്കുമെന്നാണ് ആശങ്ക. രണ്ടാം പകുതിയിൽ താരങ്ങളുടെ പ്രകടനത്തെ ഇത് ബാധിക്കാമെന്നും ഫുട്ബോൾ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെ 25 മിനിറ്റ് ഹാഫ് ടൈം ഇടവേളയ്ക്കുള്ള നിർദ്ദേശം താരങ്ങളുടെ ആരോഗ്യവും സുരക്ഷയും പരിഗണിച്ച് IFAB അംഗീകരിച്ചിരുന്നില്ല. അമേരിക്കൻ സൂപ്പർ ബൗളിന്റെ മാതൃകയിൽ ലോകകപ്പ് ഫൈനലിനെ കൂടുതൽ വിനോദപരമാക്കാനുള്ള ഫിഫയുടെ ശ്രമമാണിതെന്നാണ് ഒരു വിഭാഗം ആരാധകരുടെ വിമർശനം. കൂടുതൽ പരസ്യങ്ങൾക്കും വാണിജ്യ സാധ്യതകൾക്കും വേണ്ടി ഫുട്ബോളിന്റെ പാരമ്പര്യത്തിൽ മാറ്റം വരുത്തുകയാണെന്നും വിമർശകർ ആരോപിക്കുന്നു. എന്നാൽ ലോകകപ്പ് ഫൈനലിനെ കൂടുതൽ ആഗോള പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും സാമൂഹിക പദ്ധതികൾക്ക് പിന്തുണ നൽകാനുമാണ് ഈ ഷോ ലക്ഷ്യമിടുന്നതെന്നാണ് ഫിഫയുടെ വിശദീകരണം. ഗ്ലോബൽ സിറ്റിസൺ നിർമ്മിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന കലാകാരന്മാർ പ്രതിഫലം വാങ്ങില്ലെന്നാണ് റിപ്പോർട്ട്. വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും കുട്ടികൾക്ക് ഫുട്ബോൾ അവസരങ്ങൾ ഒരുക്കാനുമായി ഏകദേശം 964 കോടി രൂപ സമാഹരിക്കുകയാണ് ലക്ഷ്യം. അർജന്റീനയും സ്പെയിനും ലോകകപ്പ് കിരീടത്തിനായി പോരാടുമ്പോൾ മൈതാനത്തിന് പുറത്തും ഫിഫയുടെ പുതിയ പരീക്ഷണം വലിയ ചർച്ചയായി തുടരുകയാണ്. ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ കിരീടം ആരുടേതാകും എന്നതിനൊപ്പം ലോകകപ്പ് ഫൈനലിലെ ഈ പുതിയ അധ്യായം ഫുട്ബോൾ ലോകം എങ്ങനെ സ്വീകരിക്കുമെന്നതും ഇനി കാണേണ്ടതാണ്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം.